ഹലോ നമസ്കാരം കൂട്ടുകാരെ. യൂണിവേഴ്സിറ്റി LGSൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 6 പരാമർശിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നോട്ടുണ്ട്, അതാണ് നിങ്ങൾക്ക് ക്ലാസ്സായിട്ട് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തേത് അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപം 1644 ബ്രിട്ടീഷുകാർ വിഴിഞ്ഞത്ത് ഒരു പണ്ടകശാല സ്ഥാപിച്ചു. 1644 ബ്രിട്ടീഷുകാർ വിഴിഞ്ഞത്ത് ഒരു പണ്ടകശാല സ്ഥാപിച്ചു. 1684 വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതിന് ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകി. 1684 വ്യാപാര സ്ഥാപനം തുടങ്ങുന്നതിന് ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് അനുവാദം നൽകി. 1690 ബ്രിട്ടീഷുകാർക്ക് ഒരു കോട്ട അഞ്ചുതെങ്ങിൽ തുടങ്ങാൻ ആറ്റിങ്ങൽ റാണി അനുവാദം കൊടുത്തു. 1695 അഞ്ചുതെങ്ങ് കോട്ട പണി പൂർത്തിയായി. 1695 അഞ്ചുതെങ്ങ് കോട്ട പണി പൂർത്തിയായി. 1697 അഞ്ചുതെങ്ങ് കോട്ട നാട്ടുകാർ തടഞ്ഞു. അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് ഏത് വർഷമാണ്? 1697 എന്ന് ഓർത്തിരിക്കുക. അഞ്ചുതെങ്ങ് കലാപം നടന്ന അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കലാപം നടന്ന അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത് 1695 പറഞ്ഞു. അഞ്ചുതെങ്ങ് കലാപം നടന്നത് എന്നാണ്? 1697. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപം. അടുത്തത് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപം നടന്നിരുന്ന സമയത്ത് വേണാട് ഭരണാധികാരിയായിരുന്നു ആദിത്യവർമ്മ. ആരായിരുന്നു ഭരണാധികാരി? ആദിത്യവർമ്മ. ഇംഗ്ലീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. എന്താണ് പ്രത്യേകത? ഇംഗ്ലീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. 1723 ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരെല്ലാം തമ്മിലാണ്? അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ആരെല്ലാമാണ്? അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയും. ആറ്റിങ്ങൽ കലാപത്തിനിടയിൽ കൊല്ലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിനിടയിൽ കൊല്ലപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥനാണ് ആര്? ഗിഫോർഡ്. നോക്കാം, അടുത്തത് കുളച്ചിൽ യുദ്ധമാണ്. കുളച്ചിൽ യുദ്ധം നടന്ന കുളച്ചിൽ എവിടെയാണ്? കന്യാകുമാരി. കുളച്ചിൽ യുദ്ധം നടന്ന കുളച്ചിൽ എവിടെയാണ്? കന്യാകുമാരി. കുളച്ചിൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. കുളച്ചിൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. കുളച്ചിൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. കുളച്ചിൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ആരാണ്? ഡച്ചുകാർ. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തികളാണ് ഡച്ചുകാർ. യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യത്തെ രാജാവാണ് മാർത്താണ്ഡവർമ്മ. യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യത്തെ രാജാവാണ് മാർത്താണ്ഡവർമ്മ. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സർവ്വ സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡിലനോയ്. തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കാൻ മാർത്താണ്ഡവർമ്മ നിയോഗിച്ച ഡച്ച് സൈന്യാധിപനാണ് ക്യാപ്റ്റൻ ഡിലനോയ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയാണ്. നോക്കൂ, അടുത്തത് പഴശ്ശി കലാപമാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 to 1797. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം എന്ത്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. PYQ ആണ്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണമെന്ത്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. പഴശ്ശി രാജാവിന്റെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ. പഴശ്ശി രാജാവിന്റെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ. കൊട്ടിയോട്ട് രാജ എന്ന് അറിയപ്പെടുന്നതാര്? കോട്ടയം കേരളവർമ്മ. കൊട്ടിയോട്ട് രാജ എന്ന് അറിയപ്പെടുന്നതാര്? കോട്ടയം കേരളവർമ്മ. കേരള സിംഹം എന്ന് അറിയപ്പെടുന്നതാര്? കേരളവർമ്മ പഴശ്ശിരാജ.
കേരള സിംഹം എന്നറിയപ്പെടുന്നത് കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. പഴശ്ശിരാജാവിന്റെ നായർ പടയുടെ നേതാവാര്? എടച്ചേന കുങ്കൻ. പഴശ്ശിരാജാവിന്റെ നായർ പടയുടെ നേതാവാണ് എടച്ചേന കുങ്കൻ. പഴശ്ശിരാജാവിന്റെ കുറിച്യപ്പടയുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു. പഴശ്ശിരാജാവിന്റെ കുറിച്യപ്പടയുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു. പഴശ്ശിരാജയെ ഒളിപ്പോരിൽ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്യർ. പഴശ്ശിരാജയെ ഒളിപ്പോരിൽ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ. പഴശ്ശിരാജാവിന്റെ മന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജാവിന്റെ മന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശി കലാപം അടിച്ചമർത്തുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ നിയോഗിച്ച സൈനിക ഉദ്യോഗസ്ഥൻ ആർതർ വെല്ലസ്ലി. വെല്ലിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്നത് ആർതർ വെല്ലസ്ലിയാണ്. റിച്ചാർഡ് വെല്ലസ്ലിയുടെ സഹോദരനാണ് ആർതർ വെല്ലസ്ലി. പഴശ്ശി കലാപത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിയോഗിച്ച സൈനിക ഉദ്യോഗസ്ഥനാണ് ആർതർ വെല്ലസ്ലി. നെപ്പോളിയൻ, പഴശ്ശിരാജ, ടിപ്പു സുൽത്താൻ എന്നിവരെ പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി പഴശ്ശി കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി രൂപം നൽകിയ പോലീസ് സേനയാണ് കോൽക്കർ. ആർതർ വെല്ലസ്ലി പഴശ്ശി കലാപം അടിച്ചമർത്തുന്നതിന് വേണ്ടി രൂപം നൽകിയ പോലീസ് സേന കോൽക്കർ. പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജാവിനെ വധിച്ച തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവി ബാവർ. പഴശ്ശി കലാപത്തിൽ ഏതാണ് വർഷം? 1800 1805. പഴശ്ശി കലാപത്തിൽ പഴശ്ശിരാജാവിനെ വധിച്ച തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവി ബാബർ. പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് 1805 നവംബർ 30. പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് 1805 നവംബർ 30 മാവിലംതോടിൽ വെച്ച്. പനമരം കോട്ട യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തമ്മിലായിരുന്നു. പനമരം കോട്ട യുദ്ധം വർഷം 1803. പനമരം കോട്ട യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും പഴശ്ശിരാജയും തമ്മിൽ. പഴശ്ശി കലാപ കേന്ദ്രമാണ് പുരളിമല. പഴശ്ശി ഡാം കണ്ണൂരാണ്. വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം കണ്ണൂർ. 1979 മൊറാർജി ദേശായിയാണ് കമ്മീഷൻ ചെയ്തത്. പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം കോഴിക്കോട്. പഴശ്ശി മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്. പഴശ്ശി ശവകുടീരം മാനന്തവാടി. പഴശ്ശി ശവകുടീരം മാനന്തവാടി. പഴശ്ശി സ്മൃതി മന്ദിരം മട്ടന്നൂർ. പഴശ്ശി സ്മൃതി മന്ദിരം മട്ടന്നൂർ. പഴശ്ശിരാജ കോളേജ് വയനാട് പുൽപ്പള്ളി. പഴശ്ശിരാജ കോളേജ് വയനാട് പുൽപ്പള്ളി. അടുത്തത് കുണ്ടറ വിളംബരം. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്. 1809 ജനുവരി 11. കുണ്ടറ വിളംബരം നടത്തിയത് എവിടെ? ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ. കൊല്ലത്ത് ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ് കുണ്ടറ വിളംബരം നടത്തിയത്. വേലുത്തമ്പി ദളവയുടെ ജന്മസ്ഥലമാണ് കൽക്കുളം. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ പിള്ള. വേലുത്തമ്പി ദളവയുടെ ആരുടെ ദിവാനായിരുന്നു? വേലുത്തമ്പി ദളവ ആരുടെ ദിവാനായിരുന്നു? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ആത്മഹൂതി ചെയ്തത് എവിടെ? മണ്ണടി ക്ഷേത്രത്തിൽ. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ ആത്മഹൂതി ചെയ്തത്. വേലുത്തമ്പി ദളവ സ്മാരക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2010. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെ? നേപ്പിയർ മ്യൂസിയം, തിരുവനന്തപുരം. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി. നോക്കാം അടുത്തത് കുറിച്യ കലാപം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി പരിഷ്കരണത്തിനെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ് കുറിച്യ കലാപം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി പരിഷ്കരണത്തിനെതിരെ വയനാട്ടിൽ നടന്ന കലാപമാണ് കുറിച്യ കലാപം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദിവാസി കലാപമാണ് കുറിച്യ കലാപം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദിവാസി കലാപമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്ന വർഷം 1812 മാർച്ച് 25. കുറിച്യ കലാപം നടന്നത് 1812 മാർച്ച് 25. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യമായിരുന്നു വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. വയനാട്ടിൽ കുറിച്യർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ഇംഗ്ലീഷുകാരനാണ് തോമസ് വാർഡൻ. വയനാട്ടിൽ കുറിച്യർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ഇംഗ്ലീഷുകാരനാണ് തോമസ് വാർഡൻ. അടുത്തത് മലബാർ കലാപം. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപം 1921. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രമാണ് തിരൂരങ്ങാടി. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി. മലബാർ കലാപത്തിനു
പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപമാണ്. മലബാർ കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം പൂക്കോട്ടൂർ കലാപം. മാപ്പിള ലഹള എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. മാപ്പിള ലഹള എന്നറിയപ്പെടുന്നത് മലബാർ കലാപം. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളോടനുബന്ധിച്ച് മലബാറിലെ ഏറനാട് താലൂക്കിൽ നടന്ന പ്രക്ഷോഭമാണ് മലബാർ ലഹള. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളോടനുബന്ധിച്ച് മലബാറിലെ ഏറനാട് താലൂക്കിൽ നടന്ന പ്രക്ഷോഭമാണ് മലബാർ ലഹള. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാർ. മാപ്പിള ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസ്ലിയാർ. 1921 മലബാർ ലഹള നയിച്ച പണ്ഡിതനാണ് അലി മുസ്ലിയാർ. 1921 മലബാർ ലഹള നയിച്ച പണ്ഡിതൻ അലി മുസ്ലിയാർ. മലബാർ കലാപത്തിന്റെ നേതാക്കന്മാരായിരുന്നു അലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ. മലബാർ കലാപത്തിന്റെ നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? അലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി സി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി സി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് 1921. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി IV ശശി സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് 1921. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായർ. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായർ. വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10. വാഗൺ ട്രാജഡി നടന്ന വാഗണിന്റെ നമ്പർ MSMLV 1711. വാഗൺ ട്രാജഡി നടന്ന വാഗണിന്റെ നമ്പർ MSMLV 1711. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡിയെ ബാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. അടുത്തത് ഉപ്പ് സത്യാഗ്രഹം നോക്കാം. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1930 ഏപ്രിൽ 13. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1930 ഏപ്രിൽ 13. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേദി പയ്യന്നൂർ. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 32. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 32. കെ കേളപ്പന്റെ അറസ്റ്റിനെ തുടർന്ന് സത്യാഗ്രഹം നയിച്ചത് മൊയ്യാരത്ത് ശങ്കരൻ. കെ കേളപ്പന്റെ അറസ്റ്റിനെ തുടർന്ന് സത്യാഗ്രഹം നയിച്ചത് മൊയ്യാരത്ത് ശങ്കരൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാർച്ചിംഗ് സോങ് വരിക വരിക സഹചരെ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മാർച്ചിംഗ് സോങ് ആയിരുന്നു വരിക വരിക സഹചരെ. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത് അംശി നാരായണ പിള്ള. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയത് ആരാണ്? അംശി നാരായണ പിള്ള. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് നയിച്ചത് കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് നയിച്ചത് കെ കേളപ്പൻ. പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യർ. പാലക്കാട്ടു നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യർ. ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബെല്ലാരിയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചു മരിച്ച മലയാളിയാണ് കുഞ്ഞിരാമൻ അടിയോടി. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബെല്ലാരിയിലെ ജയിലിൽ അടയ്ക്കപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ചു മരിച്ച മലയാളിയാണ് കുഞ്ഞിരാമൻ അടിയോടി. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ഉളിയത്തുകടവ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകമാണ് ഉളിയത്തുകടവ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ. അടുത്തത് മൊഴാറ സമരം. മൊഴാറ സമരം നടന്നത് 1940. മൊഴാറ സമരം നടന്ന ജില്ല കണ്ണൂർ. മൊഴാറ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വധശിക്ഷയ്ക്ക് വിധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് KP ഗോപാലൻ. ഗാന്ധിജി ഇടപെട്ടതിനെ തുടർന്ന് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി. മൊഴാറ സമരം 1940 നടന്ന ജില്ല കണ്ണൂർ. മൊഴാറ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് KP ഗോപാലൻ. ഗാന്ധിജി ഇടപെട്ടതിനെ തുടർന്ന് വധശിക്ഷയിൽ നിന്നും
ഒഴിവാക്കി. അടുത്തത് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ് നടന്നത് 1942. കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല കോഴിക്കോട്. കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ രഹസ്യ പത്രികയാണ് സ്വതന്ത്ര ഭാരതം. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് 1942 മലബാറിൽ അരങ്ങേറിയ ചരിത്ര സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകമാണ് വന്ദേ മാതരം. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം ഏതാണ്? വന്ദേ മാതരം. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാനായിട്ട് കഴിയട്ടെ, നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് കഴിയട്ടെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ടെൻഷനൊന്നും ഇല്ലാതെ പഠിക്കുക. പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ തന്നെ ഉണ്ടാവും, യാതൊരു ടെൻഷനും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്